ഇത്രനാൾ എന്താണ് വരാത്തത് എന്ന ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വന്നിരുന്നെങ്കിൽ ഒരു നോക്ക് കാണ്, അല്പമെങ്കിലും ശരീരം ബാക്കി വെക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമായിരുന്നോ? കുറച്ച് കരിക്കട്ട വാരിയെടുത്ത് കർമ്മം നടത്തി മടങ്ങാൻ എന്റെ സിരകളിൽ ഒഴുകുന്നത് ബ്രാഹ്മണ രക്തമല്ല, ക്ഷത്രിയ രക്തമാ. നല്ല വീറും വാശിയുള്ള രാജരക്തം. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം തന്നവരാ അവര്. ആ ഫോസ്ഫറസ് അവിടെ എങ്ങനെ വന്നു എന്നാ ആദ്യം അറിയാനുള്ളത്. അച്ഛാ, മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു മോളെ. ആ തമ്പുരാട്ടി. അയ്യോ മോളെ, ഇത് കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടിയാ, വൈദേഹി തമ്പുരാട്ടി. തമ്പുരാട്ടി പൊറുക്കണം, ഞാൻ ആളറിഞ്ഞില്ല. ഇത് കല്യാണി. തമ്പുരാട്ടി, ഇത് മഹി. എന്റെ ജാമ്യത്തിന് വേണ്ടി വക്കീൽ കോട്ടിട്ട് കോടതിയിൽ ഹാജരായത് മഹിയ. നന്നായി കുട്ടി. ഫാർമസിന്ന് മരുന്നെടുക്കണം. ഒരാള് ഫാർമസിയിലേക്ക് വരണം. ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരാം. തമ്പുരാട്ടി, ഞാനും കൂടി അങ്ങോട്ട്. അച്ഛാ, ആ പോയ മഹി നമ്മുടെ ജയറാമിന്റെ മകനാ. മാഞ്ഞു പോയതൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കണം. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? ഈ കാറിന് എന്ത് വില വരും? റോഡിലിറങ്ങുമ്പോ ഏകദേശം 1,25,00,000 വരും. ഓ, ആ അതെ, ഏതാണ്ടൊക്കെ. ഇത് നോക്കാമേ. അല്ല, ഇതിനെന്ത് വില വരും? 1,65. 1,65,000 രൂപയോ? 1,65,000 കുണുവേ അല്ല, 1,65,00,000 രൂപ. ഐശ്വര്യ സംസാരിക്കുന്ന ശൈലി ആരോടാണ്, എപ്പോ, എങ്ങനെയെന്ന് നോക്കി വേണം സംസാരിക്കാൻ. അത് സാരമില്ലടാ മോനെ, അവള് കുഞ്ഞല്ലേ. മുത്തശ്ശി ഇങ്ങോട്ടും കളിയാക്കി സംസാരിച്ചതല്ലേ, അതാ ഞാൻ